ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എനർജി ഫോം ആണെന്ന് പറയാം. സോളാർ എനർജി എന്താ നോക്കാം. Solar energy obtained from the sun in the form of heat and light. Energy derived in the form of solar radiation. അതായത് ഹീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും നമുക്ക് കിട്ടുന്ന എനർജിയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ സോളാർ റേഡിയേഷൻ അതൊരു റേഡിയേഷൻ ആണ്, വേവ് ഫോമിലാണ് നമുക്ക് വരുന്നത്. The solar energy received by the near Earth space is approximately 1.4 kilojoules per second, known as a solar constant. അതായത് നിയർ എർത്ത് സ്പേസ് റിസീവ് ചെയ്യുന്ന സോളാർ എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.4 kilojoules per second ആണ്. അതായത് 1.4 kilojoules പെർ സെക്കൻഡിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോളാർ എനർജി ടെക്നോളജീസ്. There are the number of solar techniques which provide a broad number of application of which some of them are listed below. അതായത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ ഈ സോളാർ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് എന്ന് പറയുന്നത് സോളാർ വാട്ടർ ഹീറ്റിംഗ്, സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ്, സോളാർ എയർ കണ്ടീഷണർ, സോളാർ റെഫ്രിജറേറ്റർ, solar drying, solar cooking, solar greenhouses, solar furnace, solar desalination, salt production, solar electricity thermal, solar electricity photovoltaic, okay. സോ ഇത്രയും ടെക്നിക്സ് നമ്മൾ സോളാർ എനർജി വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് സോളാർ വാട്ടർ ഹീറ്റർ. A solar water heater has an insulated box painted black inside with the system of copper tubes. It is covered with a glass plate which allows the heat to enter inside but does not allow heat to escape out. When water flows through the copper tube, it absorbs heat and becomes hot. അപ്പോൾ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതിലൊരു ഇൻസുലേറ്റഡ് ബോക്സ് ഉണ്ട്. ബ്ലാക്ക് കളറിലാണ് അതുള്ളത്. കാരണം ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നത്. ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് പെയിന്റും ചെയ്തിട്ടുണ്ട്. വിത്ത് എ സിസ്റ്റം ഓഫ് കോപ്പർ ട്യൂബ്സ്, അതിന്റെ ഉള്ളിൽ കോപ്പർ ട്യൂബ്സും ഉണ്ട്. അത് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. കാര്യം ഗ്ലാസ്സിലേക്ക് കൂടി ഹീറ്റ് അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിന് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരവില്ല, അതിൽ തന്നെ കുടുങ്ങിക്കിടക്കും. റിഫ്ലക്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. വാട്ടർ ഫ്ലോസ് ത്രൂ ദി കോപ്പർ ട്യൂബ്. അപ്പം ഈ കോപ്പർ ട്യൂബിലൂടെ കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴേക്കും ഇതിനുള്ളിലുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്യും. അങ്ങനെ വെള്ളം ചൂടാവും. അപ്പോൾ നമുക്ക് വിറക് വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, സൺലൈറ്റ് മാത്രം മതി, ഒരു ചെലവില്ലാതെ വെള്ളം ചൂടാക്കി കിട്ടും. സോ ദാറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് സോളാർ വാട്ടർ ഹീറ്റർ. ഓക്കെ, ഹലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ കുക്കർ. The box type solar cooker has an insulated box painted black inside. It is covered by a glass plate which allows the heat to enter inside but does not allow heat to escape out. അപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്,
ഉള്ളിലൊരു ഇൻസുലേറ്റഡ് ബോക്സ് ആണ്. അത് ബ്ലാക്ക് കളറാണ്. ഏറ്റവും കൂടുതൽ ഹീറ്റിനെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാന്ന് വെച്ചാൽ ഹീറ്റ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എസ്കേപ്പ് ചെയ്യാണ്ടിരിക്കണം. അത് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ച് എസ്കേപ്പ് ചെയ്യാണ്ടിരിക്കണം. പിന്നെ അതൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് എ മിറർ ടു റിഫ്ലക്ട് എ മോർ സൺലൈറ്റ് ഇൻ ടു ബോക്സ്. ഫിഗറിൽ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മിററും കൂടി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ സൺലൈറ്റ് അതിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. The food to be cooked is kept in the containers inside the box. It can produce a temperature of 100 degree to 140 degree. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ എന്താണോ കുക്ക് ചെയ്യേണ്ടത് ആ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ 100 ഡിഗ്രി ടു 140 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ സോളാർ കുക്കറിനുണ്ട്. പക്ഷെ ഇത് നല്ല ചൂടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ സെല്ലാണ്. Device which converts solar energy into electrical energy. Solar cells are made from a semiconductors like silicon, germanium, gallium, etc. A single solar cell produces a voltage of about 0.5 to 1 volt and produces about 0.7 watt electricity. Several solar cells are arranged in a solar panel to produce a more electricity. So, solar cell എന്ന് പറയുന്നത് ഡിവൈസ് വിച്ച് കൺവേർട്ട് സോളാർ എനർജി into ഇലക്ട്രിക്കൽ എനർജി. അതായത് സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചെറിയൊരു ഡിവൈസിനെയാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയേക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ്. അത് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സിംഗിൾ സോളാർ സെല്ലിന് 0.5 to 1 വോൾട്ട് വരെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 0.7 വോൾട്ട് ഇലക്ട്രിസിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സോളാർ സെല്ലുകൾ അറേഞ്ച് ചെയ്ത് സോളാർ പാനലുകൾ നിർമ്മിച്ച് ആ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അധികം ബിൽഡിങ്ങിന്റെ മേലെയെല്ലാം നമുക്ക് ബിൽഡിങ്ങിന്റെ മേലെയും വീടിന്റെ മേലെയെല്ലാം ഈ സോളാർ പാനൽ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് സോളാർ പാനലും സോളാർ ലാമ്പിന്റെ ഒരു ഫിഗറാണ്. സോളാർ സെല്ല് വെച്ചിട്ടുള്ള ഒരു സോളാർ പാനലിന്റെ ഫിഗറാണ് ഫസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ സോളാർ ലാമ്പാണ് രണ്ടാമത്. മേലെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അതിന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലൈറ്റ് കത്തിക്കുന്നു. ആ ഫിഗറാണ് ഇപ്പം നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ സ്പേസ് ഹീറ്റിംഗ്. ഇതിന്റെ ഒരു ഫിഗറാണ്, എന്താ നമുക്ക് നോക്കാം. സോളാർ സ്പേസ് ഹീറ്റിംഗ് space heating can be provided passively through the architecture design of the premises. At its simplest, this include only the orientations of the building and providing largest south facing windows. അപ്പോൾ സോളാർ സ്പേസ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് സോളാർ സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആകെ ചെയ്യുന്നത് വീട്ടിന്റെ ആർക്കിടെക്ചറിന്റെ ഡിസൈൻ ചെറിയൊരു കുറച്ച് മോഡിഫിക്കേഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് ദിസ് ഇൻക്ലൂഡ് ഓൺലി ദി ഓറിയന്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് പ്രൊവൈഡിങ് എ ലാർജസ്റ്റ് സൗത്ത് ഫേസിംഗ് വിൻഡോസ്. അപ്പോൾ നേരത്തെ ഫിഗറിൽ കാണാൻ പറ്റിയിട്ടുണ്ടാകും നിങ്ങൾക്ക്,
സൗത്ത് ഫേസിങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് തിങ് കൊടുക്കുന്ന മോഡിഫിക്കേഷൻ. സൗത്ത് ഫേസ് ചെയ്തുകൊണ്ട് വിൻഡോ കൊടുക്കുക. More radical possibility including the provision of a wall with double glassed windows or a heavy dark colored south facing wall behind a layer of glass with a room air circulating by convection between the wall and the glass, or a flat roof covered by a pond of water over which insulating screen can be drawn at night. This also provided സമ്മർ കൂളിംഗ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ പോലെ സൗത്ത് ഫേസിങ് വിൻഡോ കൊടുക്കുക, അതും അല്ലെങ്കിൽ സൗത്ത് ഫേസിങ് ആയിട്ടുള്ള വാൾസ് കൊടുക്കുക. എന്തായിരിക്കണം? പക്ഷെ അത് ഡാർക്ക് കളർ ആയിരിക്കണം. അതിന് മുന്നിലായി ഒരു ഗ്ലാസ് കവറിങ്ങും കൂടി വെച്ചിരിക്കണം. ഒരു ഗ്ലാസും ഉണ്ടാവും. എന്ന് വെച്ചാല് ഈ റേഡിയേഷൻ എവിടെ വരുന്നുണ്ട്? ഗ്ലാസ്സിൽ വരുന്നുണ്ട്. ആ ഗ്ലാസ്സിൽ നിന്ന് അബ്സോർവ് ചെയ്ത് അത് ഡാർക്ക് കളറായിട്ടുള്ള വാള് അതിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം. വിത്ത് റൂം എയർ സർക്കുലേഷൻ ബൈ കൺവെൻഷൻ ബിറ്റ്വീൻ ദി വാൾ ആൻഡ് ദി ഗ്ലാസ്. അപ്പം എയർ ബിറ്റ്വീൻ ദി ഗ്ലാസ് ആൻഡ് വാൾ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൺവെൻഷൻ വഴി ഹീറ്റ് ആകുന്നുണ്ട്. ഓക്കെ. അതല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഫ്ലാറ്റ് റൂഫ് കൺവേർട്ടഡ് ബൈ എ പോണ്ട് ഓഫ് വാട്ടർ ഓവർ വിച്ച് ഇൻസുലേറ്റിംഗ് സ്ക്രീൻ ക്യാൻ ബി ഡ്രോൺ അറ്റ് നൈറ്റ്. ഇതിന്റെ റൂഫില്, ഈ ബിൽഡിങ്ങിന്റെ റൂഫില് ഒരു ബോക്സിൽ വെള്ളം വെച്ച് കൊടുക്കാം വിത്ത് ഇൻസുലേറ്റിംഗ് സ്ക്രീൻ. അതിന് ഇൻസുലേഷൻ കൊണ്ടുള്ള ഒരു കവർ ഉണ്ടായിരിക്കണം. അതെന്ത് ചെയ്യാം? നമുക്ക് നൈറ്റിൽ അത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? നമ്മൾ കൂളിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ആർക്കിടെക്ചറിൽ വരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. Alternatively, a active technology of a solar space heating where water is the medium is essentially an extension of a technology employed in a solar water heating, except that the energy has to be recovered from the tank through a heat exchanger surface. നമ്മൾ നേരത്തെ പറഞ്ഞു പാസീവ് സ്പേസ് ഹീറ്റിംഗ് ആണ് നമ്മൾ ഇത്ര വരെ പറഞ്ഞത്. ഇനി ആക്റ്റീവ് സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ വാട്ടർ ആണ് നമ്മൾ മീഡിയ ആയിട്ട് എടുക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്റിംഗിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതേ സോളാർ വാട്ടർ ഹീറ്റിംഗിൽ അപ്ലൈ ചെയ്യുന്ന അതേ ടെക്നോളജി വെച്ചിട്ടാണ് ഇതും പറയുന്നത്. അതായത് വാട്ടർ കടന്നു പോകുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതെന്താകും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ അതിലുള്ള ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ എനർജി ഹാസ് ടു ബി റിക്കവേർഡ് ഫ്രം ദി ടാങ്ക് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ സർഫസ്. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ സർഫസ് വെച്ചിട്ട് ഈ ടാങ്കിലുള്ള ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യും? റീകവർ ചെയ്യും, എടുത്തു കളയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ഹീറ്റിംഗ് പോസിബിൾ ആക്കുന്നത്. In systems employing air as a heat transfer medium, there is no need of an additional heat exchanger as was the case with water. അപ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. However, water systems are more common than air systems as they offer better heat exchange performance. അപ്പോൾ എയറിനേക്കാളും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ്. കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് പെർഫോമൻസ് വാട്ടറിനാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ വാട്ടറാണ് അധികം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ എയർ കണ്ടീഷനിങ്. Solar air conditioning include a solar-powered refrigeration system of a Rankine cycling system, absorption refrigerator systems, and solar regenerated desiccant cooling system. അപ്പോൾ സോളാർ എയർ കണ്ടീഷനിൽ വരുന്നത് സോളാർ പവേർഡ് റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. അതിൽ 3 എണ്ണാണ്
ranking cycle system absorption refrigerator system and solar regenerated desiccant cooling system. അപ്പോൾ ഈ മൂന്നെണ്ണത്തില് ഔട്ട് ഓഫ് ദീസ് ഓപ്പൺ സൈക്കിൾ അബ്സോർപ്ഷൻ desiccant സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? ഹലോ, നെറ്റ് പോയി, അതുകൊണ്ടാ കോളേജില്. ഓക്കെ. Out of this open cycle absorption desiccant cooling system seems to offset best prospects. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയി യൂസ് ചെയ്യുന്നത് തേർഡ് വൺ ആണ്, ഓപ്പൺ സൈക്കിൾ അബ്സോർപ്ഷൻ desiccant cooling system. In a typical desiccant cooling system, ambient air is adiabatically cooled, dehumidified, cooled south sensibly and operatively, and then better to leaving the area. അപ്പം ഈ ടിപ്പിക്കൽ desiccant കൂളിംഗ് സൈക്കിൾ എയർ എന്ത് ചെയ്യുന്നു, അഡിയാബാറ്റിക്കലി കൂൾ ആണ്, ഡീഹ്യൂമിഡിഫൈഡ് അതായത് ഈർപ്പം കംപ്ലീറ്റ് ആയി വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയി എന്താകുന്നു, അതിൽ കൂൾ കംപ്ലീറ്റ് ആയി എന്താകുന്നത്, കൂൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഹ്യൂമിഡിറ്റി ആകുന്നുമുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ലിവിങ് ഏരിയയിലേക്ക് കടത്തിവിടുന്നത്. In the regenerative stage, air is evaporatively cooled. Heat as it cools and cools the supply air stream, heated again by the solar collectors. അപ്പോൾ റീജനറേറ്റീവ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഈ ഇവാപ്പറേറ്റീവ്ലി എയറിനെ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഹ്യൂമിഡിറ്റി ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് ടു ദി നോർമൽ കണ്ടീഷനിലേക്ക് പോകുന്നു. ഈ എഡിബാറ്റിക്കലി എന്ന് ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് എഡിബാറ്റിക്കലി കൂൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്താന്ന് വെച്ചാൽ എഡിബാറ്റിക്കലി കൂളിങ്, അതായത് ഒരു ഇതിന്റെ ടെമ്പറേച്ചർ കുറക്കാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ടെമ്പറേച്ചർ കുറക്കാൻ എന്ത് ചെയ്യുന്നു, എയർ പ്രഷറിൽ ചേഞ്ച് വരുത്തിയിട്ട് ടെമ്പറേച്ചർ കുറക്കുന്ന രീതിയാണ് എഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് ഈ സോളാർ എയർ കണ്ടീഷന്റെ ഒരു ഫിഗറാണ്. അപ്പോൾ എന്തുണ്ട്, സോളാർ പാനൽ ഉണ്ട്. സോളാർ പാനൽ വഴി എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ചാർജ് കൺട്രോളർ, സ്റ്റോറേജ് ബാറ്ററി, എന്നിട്ട് പിന്നെന്തുണ്ട്, അതിന്റെ ഇൻഡോർ യൂണിറ്റ് 1, 2, 3, പിന്നെ പവർ സപ്ലൈ. അപ്പോൾ ഇത്രയാണ് സോളാർ എയർ കണ്ടീഷനിൽ വരുന്ന സാധനങ്ങൾ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് solar refrigerator. Solar refrigerator is generally required for a food preservation or for a storage of medical and biological materials. ഈ സോളാർ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ഫുഡ് പ്രിസർവേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ മെറ്റീരിയൽസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. അപ്പം ഒരുപാട് ഇപ്പോഴത്തെ എക്സ്പെരിമെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഓപ്പറേറ്റഡ് കൂളിംഗ് യൂസിങ് അബ്സോർപ്ഷൻ ഡ്യൂറിങ് ദി കൂളിംഗ് സൈക്കിൾ, അത് വെച്ചിട്ടാണ് സോളാർ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. absorbing
കൂളിംഗ് സൈക്കിൾ ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ ഡ്രൈയിങ്. Solar drying of agriculture and animal produce is the most ancient, traditional and widespread method of utilizing direct solar energy. It is the cheapest and simplest way to dry crops in the region having a abundant sunshine. അപ്പോൾ സോളാർ ഡ്രൈ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ വെയിലത്തിട്ടിട്ട് ഈ മാങ്ങ, കയ്പക്ക അങ്ങനെയുള്ള സാധനങ്ങൾ തേങ്ങയൊക്കെ പിന്നെ വെയിലത്തിട്ട് ഉണക്കുന്നില്ലേ, ആ ഒരു ഇതിനെയാണ് നമ്മൾ സോളാർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. സൺലൈറ്റിന്റെ സഹായത്തോടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒക്കെ ഉണക്കിയെടുക്കാം. പിന്നെ ഇറ്റ് ഈസ് ദി ചീപ്പസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വേ ടു ഡ്രൈ ക്രോപ്സ് ഇൻ ദി റീജിയൻ ഹാവിങ് എ അബൻഡന്റ് സൺഷൈൻ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണക്കുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സോളാർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്ററിന്റെ, അതായത് സോളാർ റെഫ്രിജറേറ്ററിന്റെ ഫിഗറാണ് നിങ്ങളിപ്പോ കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരു സോളാർ പാനൽ കാണാം, ബാറ്ററി കാണാം, അതുപോലെ തന്നെ ഒരു ബോക്സ് കാണാം. ആ ബോക്സ് എന്ന് വെച്ചാലാണ് അതാണ് റെഫ്രിജറേറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ ഗ്രീൻ ഹൗസ് ആണ്. ഇതിന്റെ ഒരു ഫിഗറാണ് കാണുന്നത്. സോളാർ ഗ്രീൻ ഹൗസസ്. A greenhouse is a closed structure covered with a transparent material, glass or plastic, which act as a solar collectors and utilize the solar radiant energy for the growth of plants. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാനറ്റ്സിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാനറ്റ്സിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അതൊരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ് ഇത്. നേരത്തെ ആ സ്ട്രക്ചറിൽ ഇത് കാണാൻ പറ്റും. അപ്പോഴത്തേക്കും ഇതിലേക്ക് വരുന്ന സോളാർ റേഡിയേഷനിലെ ഷോർട്ട് വേവിന് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് വേവിന് ഇതിലേക്ക് കടന്നു പോകാൻ പറ്റും, തിരിച്ച് റിഫ്ലക്ട് ചെയ്യാനും പറ്റും. പക്ഷെ ലോങ് വേവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ആ ലോങ് വേവ് എന്ന് പറയുന്നത് thermal radiation emitted by the objective with the greenhouse cannot escape through the glass surface. അതായത് അപ്പോൾ ലോങ് വേവിന് ഇതിനകത്തേക്ക് ഈ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ലോങ് വേവിനെ ട്രാപ്പ് ചെയ്തിടും. As a result, the radiation gets trapped within the greenhouse and resulted in escape ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ട്രാപ്പ് ആകുന്നു. അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ അപ്പം എന്താവുന്നു, ഇൻക്രീസ് ആകുന്നു. For the air inside the greenhouse gets enriched with a carbon dioxide, as there is no mixing of a greenhouse air with the ambient air, and a moisture loss is reduced due to restricted transpiration. അപ്പൊ പറഞ്ഞു ഗ്രീൻ ഹൗസിനുള്ളിലുള്ള എയർ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, there is no mixing of a greenhouse air with the ambient air. മറ്റ് അന്തരീക്ഷ വായുവുമായി മിക്സ് ആകുന്നില്ല. കാര്യം ഇതിൽ ഗ്രീൻ ഹൗസിന് ഉള്ളിലുള്ള എയർ ആണ് and the moisture loss is reduced due to restricted transpiration. അപ്പോൾ അറ്റ്മോസ്ഫിയറുമായി എന്ത് ചെയ്യുന്നില്ല, അധികം കോണ്ടാക്ട് വരാത്തത് കൊണ്ട് തന്നെ മോയ്സ്ചർ ലോസ് ആകുന്നില്ല. അതായത് ഈർപ്പത്തിന്റെ
ഈർപ്പത്തിന്റെ നഷ്ടം റെസ്ട്രിക്റ്റഡ് ആണ്. All these factors help the plant's growth to sustain during night and colder months. അപ്പോൾ നൈറ്റിലും തണുപ്പുള്ള മാസങ്ങളിൽ ഈ പ്ലാന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഗ്രീൻ ഹൗസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് ഗ്രീൻ ഹൗസും ക്രോപ്പിന്റെ പ്രൊഡക്ഷനും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ ഫർണസസ്. Solar furnaces use a huge array of mirrors to concentrate the sun's energy into a small space and produce a very high temperature. അപ്പോൾ സോളാർ ഫർണസസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് കുറെ മിറർ ആണ്. ഈ മിറർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സൺലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ചെറിയ സ്പേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയ സ്പേസിലേക്ക് ഒരുപാട് സൂര്യരശ്മികൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് എ ഹൈ ടെമ്പറേച്ചർ, വളരെ വലിയൊരു ടെമ്പറേച്ചറാണ് പ്രൊഡ്യൂസ് ആകുന്നത്. Solar furnaces provide a means of generating extremely high temperature up to around 3500 degrees Celsius under very plain condition and can be used to melt refractory materials. So solar furnaces അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അത് 3500 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ സോളാർ ഫർണസസിനുണ്ട്. അത് വേറെ ഒരു തരത്തിലുള്ള പൊല്യൂഷൻസോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഇത് റിഫ്രാക്ടറി മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യാൻ വരെ ഇത് യൂസ് ചെയ്യാം. റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലും വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത്തരം മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യാൻ വരെ നമുക്ക് ഈ സോളാർ ഫർണസസ് യൂസ് ചെയ്യാന്നാ പറയുന്നത്. നെക്സ്റ്റ് ഈ സോളാർ ഫർണസസിന്റെ ഫിഗർ ആണ് ഇപ്പൊ കാണുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സോളാർ ഡിസാലിനേഷൻ. The use of solar energy for desalination seawater and brackish well water has been demonstrated all over the world. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസാലിനേഷൻ ആണ്. ഡിസാലിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സീ വാട്ടറിൽ നിന്നുള്ള ഉപ്പ് മാറ്റി അതിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഈ സാൾട്ട് മാറ്റി ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ടാങ്ക് ഉണ്ട്. അതാണ് നമ്മളെ സീ വാട്ടറിന്റെ ടാങ്ക്. അത് സീ വാട്ടറിന്റെ ടാങ്ക് ആണ്. അതിന്റെ മേലെ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതൊരു കവേർഡ് ആണ്. കവേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ റേഡിയേഷൻ വന്നിട്ട് ഈ സ്ലോപ്പ് ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് കൂടി അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഉള്ളിലുള്ള സാധനം ഹീറ്റ് ആകുന്നു, വെള്ളം ഹീറ്റ് ആകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, വെള്ളം ഇവാപറേറ്റ് ആകുന്നു. എന്നിട്ട് എന്താണ്, നേരെ ഇവാപറേറ്റ് ആകുന്ന വാട്ടർ പ്യുവർ, നമുക്കറിയാം ഇവാപറേറ്റ് ആകുന്ന വാട്ടർ പ്യുവർ വാട്ടർ ആണ്. ആ വാട്ടർ തണുത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒഴുകി ഫ്രഷ് വാട്ടർ ടാങ്കിലേക്ക് വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ബ്രെയിന് വേറെ ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. സോ ഡീസാലിനേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
The century-old process of a solar distillation, the basin type, still has been modified and adapted to modern materials. അപ്പോൾ ആദ്യം ഉള്ളതിൽ നിന്ന് കുറെ മോഡിഫൈഡ് ആയ മെത്തേഡ്സ് ആണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. In this method, solar radiation is admitted to a transparent airtight cover of a sloping sheets of a glass into a shallow blackened basin or pool contained brine. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് കൊണ്ട് സ്ലോപ്പ് ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് നമ്മൾ കണ്ടു. അതിന് താഴെ ഉള്ളതാണ് സാലിൻ വാട്ടർ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? സോളാർ റേഡിയേഷൻ കടന്നു പോകുന്നുണ്ട്. Solar radiation passes through the cover and it's absorbed and converted into heat, causing the water to evaporate from the brine. അപ്പോൾ ഈ റേഡിയേഷൻ കടന്നു പോകുമ്പോൾ അതിനുള്ളിലുള്ള ഹീറ്റ് അതിനുള്ളിൽ എന്താണ് ഹീറ്റ് ആകുന്നു. ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഉള്ളിലുള്ള വാട്ടർ എന്തായി മാറും? വേപ്പറായി മാറും. ഓക്കെ, ആ വേപ്പർ എന്താണ്? സാൾട്ട് കണ്ടന്റ് ഇല്ലാത്ത ഫ്രഷ് വാട്ടർ മോളിക്യൂൾസ് ആണ്. ദി വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ഗെറ്റ് എ condensed to form purified water on the underside of cooler glass cover, flow down the sloping roof, collected into through and from there into a water tank. The excess brine that has not evaporated is run to waste. അപ്പോൾ അങ്ങനെ വാപ്പറായി മാറിയ സാധനം ഗ്ലാസ് കവറിന്റെ താഴെ വന്ന് കൂളായി എന്തായിട്ട് മാറും? വാട്ടർ ഡ്രോപ്സ് ആയി മാറും. അത് ഈ സ്ലോപ്പിലേക്ക് കൂടി ഒഴുകി വന്ന് വാട്ടർ ടാങ്കിലേക്ക് കളക്ട് ചെയ്യും. ദി എക്സസ് ബ്രൈൻ ദാറ്റ് ഹാസ് നോട്ട് എവാപ്പറേറ്റഡ് ഈസ് റൺ ടു വേസ്റ്റ്. അപ്പൊ അതിൽ കൂടുതലുള്ള ബ്രെയിൻ എന്ത് ചെയ്യും? നേരെ സാലിൻ കണ്ടന്റ് എന്ത് ചെയ്യും? വേസ്റ്റിലേക്ക് മാറും. നെക്സ്റ്റ് പറയുന്നത് സാൾട്ട് പ്രൊഡക്ഷൻ ആണ്. Solar evaporation of a seawater has been traditional method of obtaining salt. അപ്പൊ നേരത്തെ നമ്മള് ഡിസാലിനേഷനിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ സാൾട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെള്ളം നീരാവിയാക്കിയിട്ട് ഉപ്പ് കളക്ട് ചെയ്യുക എന്ന രീതിയാണ് സാൾട്ട് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രഡീഷണൽ മെത്തേഡാണ്. നമുക്കറിയാം പണ്ടേ ഉപ്പ് സത്യാഗ്രഹം തൊട്ട് നമ്മൾ ഉപ്പ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഒറ്റ മെത്തേഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ റെയിൻഫാളിനേക്കാളും കൂടുതൽ എന്താണ് ഇവാപറേഷൻ നടക്കുന്ന ഏരിയകളിൽ ഇങ്ങനെയുള്ള സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ സൺലൈറ്റിൽ സോളാർ എനർജി യൂസ് ചെയ്ത് ഈ വേസ്റ്റിനെ എവാപറേറ്റ് ചെയ്യും. ബാക്കിയുള്ള സാൾട്ട് കളക്ട് ചെയ്യും. ബാക്കിയുള്ള സാൾട്ടിനെ നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. The basic concept is a very simple in areas where evaporate to exceed the rainfall for a shallow pool or pond of a brine is exposed, which result in evaporation of the water leaving behind the salt. ബാക്കിയുള്ള സാൾട്ട് കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് കാണുന്ന ഫിഗറാണ്. ഫിഗറിന്റെ അകത്തുള്ളത് ഉപ്പുപാടങ്ങളിലേക്ക് ഈ സീ വാട്ടർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫിഗർ കംപ്ലീറ്റ് ഇവാപറേറ്റ് ചെയ്തിട്ടുള്ള ഉപ്പിന്റെ കളക്ഷൻ ആണ്. സാൾട്ട് കളക്ഷൻ ചെയ്തു വെച്ചതാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോളാർ ഇലക്ട്രിസിറ്റി തെർമൽ. Solar energy may be used to heat a